ഫോണിൽ ആരോ വിളിക്കുന്നല്ലോ. ആരാ? ഹലോ, ആരാ? അമ്മേ, ഞാനാ വർഷ. മോളെ, അമ്മയ്ക്ക് സുഖാണോ? അതെ മോളെ. മാധവേട്ട, വർഷയാ മോളെ. എത്ര നാളായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. നീ എവിടെയാ മോളെ? അമ്മേ, ഞാനിവിടെ. അച്ഛനെവിടെ? അച്ഛന് സുഖാണോ? അതെ മോളെ. മോളെ, നീ എന്തിനാ വിക്രമിന്റെ വീട്ടിൽ നിൽക്കുന്നത്? അവൻ നിന്നെ കൊല്ലാൻ നോക്കിയവന്. നീ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അമ്മയ്ക്ക് ആദ്യം മോളെ. മോളെ, നീ എന്തൊന്നും പറയാത്തെ? അവൻ നിന്നെ കൊല്ലാൻ നോക്കിയവനാണെന്ന് ശ്യാമും മോളും പറഞ്ഞത് ഓർക്കുമ്പോ അമ്മയ്ക്ക് പേടിയാവുന്നു മോളെ. മോളെ, അച്ഛാ, അവൻ ദുഷ്ടനാ. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് അറിഞ്ഞു. അവന്റെ കൂടെ നിൽക്കുന്നത് റിസ്കാ. മോളിക്ക് വാ, അല്ലെങ്കിൽ അച്ഛൻ വരാം മോളെ വിളിക്കാൻ. വേണ്ടച്ചാ, ആളിപ്പോ പഴയതുപോലെയൊന്നും അല്ല. സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്. ഒരു കാലത്ത് എന്റെ ഭർത്താവായിരുന്ന ആളല്ലേ. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല. മോളെ, അവന്റെ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറും. ഓരോ അനുഭവങ്ങളും ഓരോരുത്തരെ മനസ്സിലാക്കാനുള്ള ഓരോ അവസരങ്ങളാ. മോള് സൂക്ഷിക്കണം. സൂക്ഷിക്കാച്ചാ. ഞാൻ ദേ അമ്മയുടെ കൈ കൊടുക്കാം. മോളെ, നീ ഇങ്ങ് വാ. അമ്മയ്ക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു. ഞാൻ വരാം അമ്മേ. എനിക്ക് നിങ്ങളെ കാണണം. നിങ്ങൾ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ട്. അത് ഞാൻ അവിടെ വരുമ്പോ പറയാം.